ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് സ്ട്രെസ്സാണ് അവരെ കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തന്നെ നമ്മുടെ പലയിടത്തും ബോസുകൾ വന്ന് നിന്നിട്ട് ഡെഡ്‌ലൈനാണ് നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. എന്തായി, എന്തായി എന്ന് പറഞ്ഞ് എപ്പോഴും സ്ട്രെസ് വരുന്നത്. ഒരുപക്ഷേ ഈ സ്ട്രെസ് ആണെങ്കിലോ നിങ്ങളുടെ ബെസ്റ്റ് ഐഡിയാസിനെ വളരാൻ അനുവദിക്കാത്തത്. അതെ. സന്തോഷം നിങ്ങളുടെ ജീവിത വിജയത്തെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഭൂരിഭാഗം ആളുകളും ഡെഡ്‌ലൈൻ ടു ഡെഡ്‌ലൈൻ ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇന്നത്തെ ദിവസത്തിനുള്ളിൽ എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അടുത്ത ദിവസവും മറ്റൊരു ഡെഡ്‌ലൈൻ. പക്ഷേ അനാവശ്യ സ്ട്രെസ് തരുന്ന ഈ ഡെഡ്‌ലൈനുകളുടെ ഒരു പ്രശ്നം എന്താ? നമ്മളുടെ ബ്രെയിൻ ഇത്രയും സ്ട്രെസ് എടുത്ത് അത് ടയേർഡായി പോകും. അതിന് ക്രിയേറ്റീവായി ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നില്ല. സ്ട്രെസ് അല്ല ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഈ സ്ട്രെസ് എടുക്കുന്ന ഓരോ ദിവസവും നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ നിങ്ങൾ പിടിച്ചടക്കി ഒരു കൂട്ടിലിട്ട് വെച്ചേക്കുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ വളരാൻ അനുവദിക്കുന്നില്ല. ഇത് ഞാൻ പറയാൻ കാര്യം തന്നെ പലരും വർഷങ്ങൾ ഒരു ജോലിയിൽ സ്പെൻഡ് ചെയ്തിട്ട് 20ഉം 30ഉം വർഷമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവസാനം അവർ പറയുന്നത് ജീവിക്കാൻ മറന്നുപോയി. ഹാപ്പിയല്ല. അപ്പോൾ 20, 30 വർഷം എടുത്തു ആ സത്യം മനസ്സിലാക്കാൻ. ജീവിത യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ആ കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയാം. പക്ഷേ അന്നേരം പലരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്തെന്നാൽ നമ്മളുടെ പല ബെസ്റ്റ് ഡിസിഷൻസും നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോഴോ അല്ല വരുന്നത്. നമ്മൾ അതിനൊരു ക്രിയേറ്റീവായിട്ട് ഒരു പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പോഴാണ്. എൻ്റെ കൂട്ടുകാരൻ ഹാർലി ഡേവിഡ്സൺ ഉണ്ട്, എനിക്ക് സ്പ്ലെൻഡർ അല്ലേ ഉള്ളൂ എന്ന് സങ്കടപ്പെടുന്നതിന് പകരം എനിക്ക് സ്പ്ലെൻഡർ ഉണ്ടല്ലോ, എനിക്കൊരു വണ്ടി ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ടൊരു വണ്ടി ഉണ്ടല്ലോ. അങ്ങനെ സന്തോഷിക്കുന്ന ആള് ഓഫ് കോഴ്സ് എപ്പോഴും പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റിയാണ്. കാരണം അയാൾ അവിടെ കാണുന്ന അയാളുടെ പ്രശ്നങ്ങളെയല്ല, അയാൾക്കുള്ള ബെനിഫിറ്റ്സും അവസരങ്ങളെയാണ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ആളെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. ജേർണൽ ഓഫ് പോസിറ്റീവ് സൈക്കോളജിയിൽ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡി അനുസരിച്ച് നമ്മളുടെ ബ്രെയിൻ ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്നത് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ്. അതായത് പോസിറ്റീവ് തോട്ട്സ് വരുന്നിടത്താണ്. നിങ്ങളുടെ സിറ്റുവേഷൻ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ആ ഒരു ഹൈറ്റൻഡ് സെൻസിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഈ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ഇതുപോലെയുള്ള സ്ഥലത്തെ വർക്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവിടെ ഈ സ്ട്രെസ്ഡ് ഡെഡ്‌ലൈൻസ് എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ ഈ അനാവശ്യ സ്ട്രെസ് അവിടെ വരുന്നില്ല. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ഭൂരിഭാഗം വർക്കേഴ്സും വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റഡ് ആണ്. അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അതായത് അവരെ വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന രീതിയിലെ കാര്യങ്ങളാണ് അവിടെയുള്ളത്. ഈ ടോപ്പ് സ്കോറേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഐഐടിയിലൊക്കെ പഠിക്കുന്ന ആളുകളുടെ പ്രത്യേകത, ഐഐടി എന്നതിലുപരി അതിൽ അഡ്മിഷൻ കിട്ടുന്നത് തന്നെ ടോപ്പ് മാർക്കുള്ള ആളുകൾ മാത്രമാണ്. പിന്നെ പിൻവാതിൽ അത് നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യമാണ്. വേണമെങ്കിൽ ഒരു ബേസ്‌ലെസ് ആർഗ്യുമെന്റ് ആയിട്ട് നമുക്കതിനെ തള്ളിക്കളയാം. അപ്പോൾ ഈ ടോപ്പ് സ്കോറേഴ്സിന്റെ പ്രത്യേകത എന്താ? അവരാരും കറക്കിക്കുത്തി എഴുതിയ ഉത്തരം കൊണ്ട് ജയിച്ചു വന്നവരല്ല. അവർ ഓൾറെഡി ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരു എൻവയോൺമെന്റ് അവരെ കൊണ്ടുവന്നിട്ടാൽ ഓഫ് കോഴ്സ് അവർ ത്രൈവ് ചെയ്യും. അപ്പോൾ എന്താണ് അവരുടെ ജോയ് ആയിട്ടുള്ള കാര്യം. അപ്പം അവരിഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് അവർക്ക് അവസരം കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് അവർ നിരന്തരമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എല്ലാവരും സന്തോഷമല്ല ആഗ്രഹിക്കുന്നത്. അവരുടെ സന്തോഷം ഇതാണ്. അപ്പോൾ ഈ ടോപ്പിൽ പെർഫോം ചെയ്യുന്ന ആളുകളുടെ ഗുണം എന്താ? അവർ സ്ട്രെസ്ഡ് ആവുന്നില്ല. കാരണം അവരിഷ്ടപ്പെടുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത്. അവരതിൻ്റെ പോസിറ്റീവ് ചലഞ്ചസ് ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ്. അവരെന്തെങ്കിലും ഒരു തെറ്റ് പറ്റി, എന്തുകൊണ്ട് ഇവിടെ തെറ്റ് പറ്റി എന്നുള്ളത് ആലോചിച്ച് കണ്ടുപിടിക്കുക. അതവർക്കൊരു ആ ഒരു എക്സ്പീരിയൻസ്, അതിൻ്റെ ശരി എന്താണ്, തെറ്റെന്താണ്, അത് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് എംബ്രേസ് ചെയ്യുന്നവരാണ്. അല്ലാതെ ഭൂരിഭാഗം ആളുകൾ എന്താണ് ചെയ്യുന്നത്? അയ്യോ! എനിക്ക് ഈ ജോലി എങ്ങനെയെങ്കിലും ചെയ്ത് തീർത്താൽ മതി. ബിക്കോസ് എനിക്ക് പൈസ കിട്ടണം. സിമ്പിൾ. സോ ആ ജേർണി എൻജോയ് ചെയ്യുകയും അതിൽ ചെയ്യുന്ന കാര്യത്തിലൊരു ജോയ് കണ്ടെത്തുമ്പോൾ നമ്മൾ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയെ മാറുകയാണ്. നമ്മൾ പറയത്തില്ലേ സന്തോഷമുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഓക്കെയാണ്. ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ക്ലയൻറ്റ് ട്രാൻസ്ഫോം ചെയ്തത് ഞാനിപ്പോൾ പറയുന്ന ഈ സിമ്പിൾ സ്റ്റെപ്സ് കൊണ്ടാണ്. അതായത് ആളൊരു പ്രത്യേക ഡയറ്റ് ഫോളോ ചെയ്തിട്ടില്ല, ജിമ്മിലും പോയിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ തലേ ചോദ്യം വരെ ജിമ്മിലൊന്നും പോകണ്ടേ അപ്പം ബോഡി ബിൽഡ് ചെയ്യാൻ? അതിനെ പറ്റിയൊക്കെ നമുക്ക് ഗഹനമായി വരുന്ന പോഡ്കാസ്റ്റുകളിൽ സംസാരിക്കാം. ജസ്റ്റ് ഇവിടെ ചെയ്ത കാര്യങ്ങളിൽ ഒന്ന് ഫോക്കസ് ചെയ്യാം നമുക്കിപ്പോൾ. ഒന്നാമത്തെ കാര്യം, ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്യുക. അത് ഫിസിക്കലായിരിക്കണം. അതായത് ഓടാൻ പോകുന്നതാവാം, മാർഷൽ ആർട്സ് പഠിക്കാൻ പോകുന്നതാവാം, സൈക്കിൾ ചവിട്ടാൻ പോകുന്നതാവാം, നീന്താൻ പോകുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ, ഈവൻ ജഗ്ലിംഗ് ആവാം. എന്ത് തന്നെയാണേലും അതിലൊരു ഫിസിക്കൽ മൂവ്മെൻറ്റ് ആവശ്യമാണ്.
അങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചൂസ് ചെയ്തെടുക്കുക. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി. പിന്നെ ഈ ആക്ടിവിറ്റി ഫിസിക്കലി ടയറിങ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതായത് ചെയ്ത് നിങ്ങൾ വല്ലാണ്ട് ക്ഷീണിക്കാൻ അങ്ങനെ ഒന്നും നിർബന്ധമില്ല. പക്ഷേ ശരീരം അനങ്ങിയുള്ള ഒരു കാര്യമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇത് നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡിന് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ ഡയറിയോ ഒരു ചെറിയ നോട്ട് പാഡോ എപ്പോഴും കൂടെ കൊണ്ടുനടക്കുക. എന്തെങ്കിലും ഐഡിയാസൊക്കെ തലയിൽ പോപ്പപ്പ് ചെയ്ത് വന്നാലോ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് എഴുതണമെന്ന് തോന്നിയാലോ ജസ്റ്റ് ചുമ്മാ എഴുതിയിടുക. വലിയ സാഹിത്യപരമായിട്ടൊന്നും എഴുതണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ നിങ്ങളോട് നടത്തുന്ന ഒരു കോൺവെർസേഷൻ പോലെ. ഒരുപക്ഷേ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ വരുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായതായിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ. ചിലപ്പോൾ ചെറിയൊരു പാട്ട് കേട്ടതാവാം. എന്ത് തന്നെ ആയിക്കോട്ടെ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ. നമ്മുടെ ഒരു ദിവസത്തെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെ, നല്ല മൊമെന്റ്സ് എന്തൊക്കെ, മോശം മൊമെന്റ്സ് എന്തൊക്കെ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ ഒരു ചെറിയ നോട്ട് പാഡ് അല്ലെങ്കിൽ ഒരു ഡയറി യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സന്തോഷം തരുന്ന ഒരു ഓർമ്മ. അതായത് നിങ്ങൾ എല്ലാ ദിവസവും ജോലിക്ക് പോയി നേരെ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുമല്ലോ. അതിന് പകരം ഇനി മുതൽ നിങ്ങൾ ജോലിക്ക് ഇരിക്കുന്നതിന് മുമ്പായിട്ട്, ഇനിയിപ്പോൾ നിങ്ങൾ അഥവാ ലേറ്റ് ആയിട്ടാണ് വന്നത്, ഡെഡ് ലൈൻ ഉണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ശരി, എന്തായാലും ലേറ്റായി. ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് എക്സ്ട്രാ എടുത്തോളുക. ഇരുന്ന് നിങ്ങൾ കണ്ണുകളടച്ച് ആ സന്തോഷത്തിൻ്റെ മെമ്മറി ഒന്ന് മനസ്സിലൂടെ പാസ് ചെയ്ത് വിടുക. നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. നമ്മൾ ഈ ജീവിതത്തെ നമുക്കറിയാം. എങ്ങനെ പോയാലും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഭൂരിഭാഗവും അതൊക്കെ തന്നെ. പക്ഷേ അതിനപ്പുറം വരുന്ന ഒരു സന്തോഷത്തെ പ്രതീക്ഷിച്ചാണല്ലോ നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ജസ്റ്റ് ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് സന്തോഷിച്ചാൽ എന്താ കുഴപ്പം? എന്തായാലും ലേറ്റായി. കേൾക്കാനുള്ളത് കേൾക്കും. പിന്നെ വൈ നോട്ട് എൻജോയ് ദാറ്റ് സ്മോൾ ടൈം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിലോ, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലോ, എന്ത് തന്നെ ആയിക്കോട്ടെ, ക്ലാസ്സിൽ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ടൈമാണെങ്കിലോ, ഞാൻ പ്രാർത്ഥിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ പ്രാർത്ഥിച്ചോളൂ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ കണ്ണുകളടച്ച് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മൊമെൻറ്റ് നിങ്ങളുടെ മനസ്സിലൂടെ പാസ് ചെയ്ത് വിടുക. നമ്മുടെ സങ്കടങ്ങൾ എത്രയോ അയവിറക്കി സമയം കളയാറുണ്ട്. എന്നാൽ പിന്നെ സന്തോഷത്തിനും അങ്ങനെ ഒന്ന് ചെയ്ത് കൂടെ. അപ്പം നമുക്ക് 3 കാര്യങ്ങളായി. ഇതെങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കിഷ്ടമുള്ള ഈ ആക്ടിവിറ്റിയിൽ വേണം ഈ ദിവസം തുടങ്ങാൻ. അപ്പോൾ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. അടുത്ത 7 ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ജഗ്ലിംഗ് ആവാം, സൈക്കിൾ ചവിട്ടാൻ പോകുന്നതാവാം, നടക്കാൻ പോകുന്നതാവാം, അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോകുന്നതാവാം, എന്ത് തന്നെയാവാം, കുക്കിംഗ് ആവാം, എന്ത് തന്നെയാണ്. ശരീരം അനങ്ങിയിരിക്കണം. കുത്തിയിരുന്നുകൊണ്ടുള്ള ആവരുത്. ബാക്കി നിങ്ങൾ ഓൺ യുവർ ഫീറ്റ് ആയിരിക്കണം. ബോഡി മൂവ് ചെയ്തുകൊണ്ടുള്ളൊരു കാര്യമാണ്. രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഫസ്റ്റ് കാര്യം അതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇതേ കൂട്ട് ഒരു ഡയറി ഉണ്ടാവുകയാണെങ്കിൽ നല്ലത്. ചിലപ്പോൾ മോർണിംഗിൽ എന്തെങ്കിലും തോട്ട്സ് ഒക്കെ വന്നാൽ അത് എഴുതിയിടാം. ത്രൂ ഔട്ട് ദ ഡേ അതിൽ എഴുതിയിടാം. ജസ്റ്റ് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് വായിച്ചു നോക്കാം. മൂന്നാമത്തെ കാര്യം, ജോലിക്ക് കയറുന്നതിന് മുന്നേ, നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട്. അതായത് ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ ജോലിയൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കൊന്നും റെഡി ആയിട്ടില്ല. ശരി, നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഇരിക്കുമല്ലോ. നിങ്ങൾ മൊബൈൽ എടുത്തോ ലാപ്പ് എടുത്തോ എങ്ങനെയെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിട്ടൊരു ശ്രമം നടത്തില്ല, അതിന് ഇരിക്കുമല്ലോ. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 2 മിനിറ്റ് കണ്ണടച്ച് ദ ബെസ്റ്റ് മൊമെൻറ്റ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മൊമെൻറ്റ് അതിനെ കണ്ണിലൂടെ മനസ്സിലൂടെ ഒന്ന് ഒഴിച്ചു വിടുക. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് പോസിറ്റിവിറ്റി. വിചാരിക്കുന്ന ഒന്നും ചിലപ്പോൾ നടക്കത്തില്ലായിരിക്കും, സാരമില്ല. സ്റ്റിൽ എല്ലാ ദിവസവും നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതല്ലേ. ഒരല്പം സമയം ഫോഴ്സ് ചെയ്ത് സന്തോഷിച്ചാൽ എന്താ കുഴപ്പം? ഈ ഒരാഴ്ച നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും. നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താ രീതികൾ മാറിത്തുടങ്ങും. ഇതുവരെ കാണാത്ത സന്തോഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബോറിംഗ് ആണ് നിങ്ങളുടെ ദിവസം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതല്ലാണ്ടായി തുടങ്ങും. ചെറിയൊരു മാറ്റമെങ്കിലും വന്നു തുടങ്ങും. 100% ഉറപ്പ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാതിരിക്കുക. സന്തോഷിക്കാതെ എങ്ങനെ ഇരുന്നോ അങ്ങനേ ഇരിക്കുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ ഒന്നും മാനിക്കാതെ നിങ്ങൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ഇനിയുള്ള വർഷങ്ങൾ നിങ്ങളുടെ നീണ്ടുപോകാൻ അനുവദിച്ചു വിടാം. അല്ലെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് മാറി തുടങ്ങാം. നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചു നോക്ക്, എത്ര നാൾ ഞാൻ ഇങ്ങനെ ഇരിക്കും? ഞാൻ പറയാൻ ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. സന്തോഷം എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ലക്ഷറി അല്ല. പക്ഷെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് സന്തോഷം നേടിയെടുക്കാൻ കഴിയും. സന്തോഷം നമ്മുടെ വഴിയെ വരും. പക്ഷെ അല്ലാതെ നമ്മൾ ആ വിക്ടിം മൈൻഡ് സെറ്റിൽ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളെ മാത്രമല്ല, നമ്മളെ വിശ്വസിച്ചിരിക്കുന്നവരെ നമ്മൾ ചതിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, സന്തോഷത്തിൻ്റെ പവർ നഷ്ടപ്പെടുത്താതിരിക്കൂ.
സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കും. അപ്പോൾ എപ്പോഴും ഓർക്കുക സ്ട്രെസ്